ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ യാത്ര ബാപ്സ് ശ്രീ സ്വാമി നാരായണ മന്ദിറിലേക്ക് മക്കളെ കൂട്ടിയിട്ടാണ് നമ്മൾ രണ്ടാൾ മാത്രം. നാഗ്പൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്ററും എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്ററും. ഇതാണ് അമ്പലത്തിന് ചുറ്റോടുള്ള വ്യൂ. നമ്മൾ എത്തിയത് ഒരു 7 മണി അടുപ്പിച്ചാണ്. ഇതാണ് അമ്പലത്തിൻ്റെ നൈറ്റ് വ്യൂ. പിന്നെ എല്ലാ ശനിയും ഞായറും ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. ഡൽഹി അക്ഷർധാം അമ്പലത്തിനോട് സാദൃശ്യമുണ്ട് ഇതിന്. അതേ വൈറ്റ് മാർബിളിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതേ ഒരുപാട് കൊത്തുപണികളോടുകൂടി. എല്ലാ ശനി ഞായറും ഉണ്ടാകുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്ത്യക്കകത്തും പുറത്തും ബാപ്സിൻ്റെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. നാസിക്, പൂന, അബുദാബി, ന്യൂജേഴ്സി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുണ്ട്. നമ്മൾ പോയത് ഞായറാഴ്ചയായിരുന്നു. ലീവുള്ള ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഒരുപാട് ലോക്കലായിട്ടുള്ള ആൾക്കാരും മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അമ്പലത്തിൻ്റെ ടൈമിംഗ് എന്ന് വെച്ചാൽ രാവിലെ 8 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 8:30 മണി വരെയാണ്. നാഗ്പൂർ വത്തോഡ മിഡിൽ റിംഗ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം വിശാലമായ പാർക്കിംഗ് സ്പേസാണ് അവിടെ ഉള്ളത്. വൈകുന്നേരമൊക്കെ വന്നാൽ നമുക്ക് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. പിന്നെ അക്ഷർധാമിനെ അപേക്ഷിച്ച് ഇവിടെയുള്ളൊരു പ്രത്യേകത വേറെന്താണെന്ന് വെച്ചാൽ അക്ഷർധാമിൽ മൊബൈൽ പോലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ പ്രശ്നമില്ല. നമുക്ക് മൊബൈൽ എടുത്തിട്ട് പോവാം. പക്ഷേ അകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ അലൗഡ് അല്ല എന്ന് മാത്രമാണ്. അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ആൾക്കാർ പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോന് മുമ്പായി അമ്പലത്തിൻ്റെ ചരിത്രം, പിന്നെ അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ചികിത്സാ രംഗത്തുള്ള അവരുടെ സംഭാവനകൾ, പിന്നെ എഡ്യൂക്കേഷൻ രംഗത്തുള്ള അവരുടെ സംഭാവനകളെക്കുറിച്ചുള്ള വീഡിയോ 2 സൈഡിലുള്ള സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഹാരാഷ്ട്ര നാഗ്പൂർ സൈഡിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊന്നേ പറയാനുള്ളൂ, എല്ലാവരും വരണം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.